ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൺ ഉപയോഗിച്ചിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഡൗൺലോഡർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ ഈ കാണുന്നതാണ് അതിനുള്ള സ്ക്രിപ്റ്റ്. നമുക്ക് ആ സ്ക്രിപ്റ്റ് ആദ്യം നോക്കാം. സോ ഇതാണ് പൈത്തൺ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ഡൗൺലോഡറിൻ്റെ സ്ക്രിപ്റ്റ്. സോ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് പല ടൈപ്പ് ഓഫ് വീഡിയോ ക്വാളിറ്റീസിൽ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പല ഓഡിയോ ക്വാളിറ്റിയിലും ഇതിൻ്റെ അകത്ത് പല മോഡ്സ് ഉണ്ട്. വീഡിയോ പ്ലസ് ഓഡിയോ, വീഡിയോ ഓൺലി, അങ്ങനെ പല മോഡ്സിലായിട്ട് നമുക്ക് ഇതിനെ ഇതാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ കോഡ് ചെയ്തതിനെ കൊണ്ട് തന്നെ അത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഈ സോഴ്സ് കോഡും ഇതിൻ്റെ കമ്പൈൽഡ് EXE നമ്മൾ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ DIY ആയിട്ട് സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുന്ന ഒരു സീരീസിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. സോ നമുക്കത് ക്ലോസ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള അറിയാം. സോ ആദ്യം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് കിട്ടും. സാധാരണ പൈത്തൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് കിട്ടുന്നത് വളരെയധികം കുറവാണ്. സോ ഇങ്ങനെ കിട്ടിയ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൻ്റെ അകത്ത് നമുക്കിവിടെ യൂട്യൂബിൻ്റെ URL കൊടുക്കാനുള്ള ഒരു പോർഷൻ കാണാം. സോ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു URL കൊടുത്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. സോ നമ്മൾ ഈ URL കൊടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ ആണ്, പരസ്യമാണ്, ആഡാണ് ഇപ്പോൾ വന്നത്. ഈ ആഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന വീഡിയോ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ടാണ് ആ വീഡിയോ തിരഞ്ഞെടുത്ത് വെച്ചാൽ ആ വീഡിയോ കുറച്ച് ചെറുതാണ്. സോ ആ ചെറിയ വീഡിയോ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ URL കോപ്പി ചെയ്തു. ഇവിടെ ഞാൻ ആ URL പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് വീഡിയോ ഓഡിയോ വേണം. രണ്ടാമത് ബെസ്റ്റ് ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത് നമ്മൾ 320 ആക്കി. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ഡൗൺലോഡ് അടിച്ചു. ഡൗൺലോഡിങ് നമ്മളത് സ്റ്റാർട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ നല്ല സ്പീഡിൽ തന്നെ ഡൗൺലോഡായി തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വീഡിയോ ഡൗൺലോഡ് ചെയ്ത്, രണ്ടാമത് ഓഡിയോ ഡൗൺലോഡ് ചെയ്ത്, പിന്നീട് ഈ രണ്ടെണ്ണത്തിനെയും കൂടി കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു രീതി. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഓഡിയോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനെ കമ്പൈൽ ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോ ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡഡ് ആയിട്ടുള്ള ഫോൾഡറിലെ ഔട്ട്പുട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ ഈ കാണുന്നത് നല്ല ക്ലാരിറ്റി തന്നെ ഡൗൺലോഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഈ ഇതിൻ്റെ സോഴ്സ് കോഡും ഇതിൻ്റെ കൺവേർട്ടഡ് EXEയും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതല്ല കോഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ PY എന്നുള്ള എക്സ്റ്റൻഷൻ ഉള്ള അതായിരിക്കും കോഡ്, EXE എന്നുള്ള എക്സ്റ്റൻഷൻ ആയിരിക്കും കമ്പൈൽ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ, കംപ്ലീറ്റഡ് സോഫ്റ്റ്വെയർ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിച്ചിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. താങ്ക് യു.